ഞാനും അഞ്ചും കൂടി ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വൈപ്പിൻ കാർണിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ വൈപ്പിൻ കാർണിവൽ ഒന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ അവസാനത്തെ ഞാനും അഞ്ചും നീ അമ്മയും അച്ഛനും കൂടി പുറകെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളിത് ആടിപ്പാടി നല്ല രസത്തിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നത് ഗോശ്രീപാലം ഇറങ്ങി നമ്മുടെ കണ്ടെയ്നർ റോഡ് കയറിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഏകദേശം എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് കയറുകയാണ് കേട്ടോ. ഇവിടെ നല്ലൊരു അടിപൊളി വൈബാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ട് നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ കാണാം കേട്ടോ. അതെ, ഇതാണ് ലൈറ്റ് ഹൗസ്. അവിടെയും കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിത് സെൽഫിയൊക്കെ എടുത്ത് നടപ്പായി. അങ്ങനെ കയറുമ്പോൾ തന്നെ നല്ല കുട്ടി കുട്ടി റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മളുടെ പുഷ്പ ഫിലിമിലെ സോങ്ങൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് വേറെ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബജിക്കട അങ്ങനെ കുറച്ച്. ഇവിടെ 5 ദിവസം സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ്, മുടിയൊക്കെ കെട്ടി. അങ്ങനെ അവിടെ കറങ്ങി അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾക്കൂട്ടം. എന്നാൽ പിന്നെ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അതേ ബൈക്ക് റൈസ്. എന്നാൽ പിന്നെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ എത്തിപ്പിടിച്ച് വലിഞ്ഞ് കയറി നമ്മുടെ ബൈക്ക് റേസൊക്കെ കണ്ടിട്ടോ. അടിപൊളിയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളിത് ജൈൻറ്റ് വീലിൻ്റെ അവിടെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കയറാൻ പേടിയാണെങ്കിലും ഫോട്ടോസും വീഡിയോസും എടുത്തതിൽ ഒരു കുറവുമില്ല. എന്നാൽ പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരാൾ ചെയ്തത് നല്ലതാണെങ്കിൽ പിന്നെ അടുത്ത ആളും അത് ചെയ്യുമല്ലോ, സ്വാഭാവികം. അങ്ങനെ അവിടെ കറങ്ങടിച്ചുകൊണ്ട് നമ്മൾ നീയാമ്മയും അമ്മയും അച്ഛനും കൂടി എത്തിയിട്ടുണ്ട്. പിന്നെ അവളെയും പിടിച്ച് നടക്കലായി. അവൾക്കാണെങ്കിൽ എല്ലാ റൈഡ്സിലും കയറണം, ഒരു പേടിയുമില്ല. അങ്ങനെ അവിടെ ഒരു ഗെയിം ഷോപ്പിലുണ്ടായിരുന്നു, കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അവിടെ കുറച്ച് നേരം വായി നോക്കി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. അങ്ങനെ അവിടെ ഗെയിമും കണ്ട് കളിച്ചിരുന്നപ്പോൾ നമ്മുടെ നിയാമ്മക്ക് ട്രെയിനിൽ കയറണമെന്നും പറഞ്ഞ് എന്നെയും വലിച്ച് കയറ്റി. അങ്ങനെ അവസാനത്തെ ഞങ്ങൾ ആ ട്രെയിനിൽ കയറി എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് നടക്കുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നീയ കയറി, പിന്നെ ഞാനും കയറി, അങ്ങനെ ഇരിപ്പായി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണ്ടി പോസ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ റൈഡിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് ഇരിക്കുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ടേണിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്ത് കുറച്ചൊരു സ്പീഡ് കൂടുതലായിരുന്നു. എനിവേ നീ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ബോൾ വെച്ചിട്ട് നമ്മുടെ എല്ലാ ഗ്ലാസും എറിഞ്ഞു വീഴ്ത്തുക, അതാണ് ഈ ഒരു ഗെയിം. അങ്ങനെ കുറച്ച് നേരം ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നാൽ പിന്നെ ഞാനും ഒരു ഗെയിം കളിച്ചാലോ എന്നൊരു തോന്നൽ. അങ്ങനെ എനിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബോൾ ചുമ്മാ ഉരുട്ടി വിടുന്ന ഒരു ഗെയിമാണ് കേട്ടോ. നമ്മുടെ ലക്ക് അനുസരിച്ച് ടോട്ടൽ നമ്പർ ഓഫ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പോയിൻ്റ് ആണോ അതിനനുസരിച്ചിട്ടുള്ള ഗിഫ്റ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. എൻ്റെ ഭാഗ്യത്തിനൊരു ഒറ്റ ഗിഫ്റ്റ് പോലും എനിക്ക് കിട്ടിയില്ല ഗൈസ്. അങ്ങനെ തോറ്റ വിഷമത്തിൽ അവിടെ കൊട്ടയൊക്കെ എറിഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. തോറ്റ വിഷമത്തിൽ നീ തിന്നാൻ പോകുന്നു. അങ്ങനെ മാള് നമ്മുടെ 12 മാർക്ക് മേടിച്ചു. ഒരു തേങ്ങ കിട്ടിയില്ല, 50 രൂപ പോവുകയും ചെയ്തു. അങ്ങനെ ആ വഴി പോയപ്പോഴാണ് നമ്മുടെ നമുക്ക് അടുത്ത ഗെയിമിംഗ് സെക്ഷനിലേക്ക് പോകണമെന്ന്. പിന്നെ അവിടെ കുറേ നേരം പോസ്റ്റ്. അവസാനം അവളെ കയറ്റി വിട്ടിട്ടുണ്ട് ഞാൻ.
ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു സമാധാനമുള്ളത് വീണാൽ കൈ പൊട്ടുമോ തല പൊട്ടുമോ ഇതൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് പാരൻസിൻ്റെ കുട്ടികളെ വിടാട്ടോ. അങ്ങനെ നമ്മളുടെ മാർക്കറ്റിൽ ഈ സ്പ്രിങ് പൊട്ടറ്റോ ഉണ്ടല്ലോ, അതിറങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ അത് വാങ്ങിച്ച സന്തോഷത്തിൽ ഞാനും ഈ അവിടെ ചാടി ഓടിയൊക്കെ വരുന്നുണ്ട്. അവിടെ സ്റ്റേജിൽ നല്ല അടിപൊളി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളുടെ കോൺസെൻട്രേഷൻ മൊത്തം നമ്മളുടെ ഈ സ്പ്രിങ് പൊട്ടറ്റോയും അതുപോലെ തന്നെ ബജിയിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നിയാമക്ക് ഐസ്ക്രീം വേണമെന്ന് ഞാൻ ഒരു കടയിൽ ചെന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. പിന്നെ ഗൈസ്, ഈ വർഷം തീരാനായിട്ട് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സജഷനും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്ത വർഷത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ.